ഗൈസ് ഇന്ന് രാവിലെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബിലാലും കിരണും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് സിനിമ കണ്ടാലോ എന്നൊരു ആലോചന വന്നത്. അപ്പം ഞങ്ങൾ തലവൻ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലേക്ക് വന്നു. അപ്പോൾ തലവൻ സിനിമ കാണാൻ വേണ്ടിയുള്ള പൈസയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 25 രൂപയുടെ കുറവ് വന്നു. അപ്പോൾ അങ്ങനെ കിരൺജിക്ക് ബിലാലിൻ്റെ അക്കൗണ്ട് 25 രൂപ അയച്ചു കൊടുത്തു. കിരണളിയന് ചെറിയൊരു പെറ്റ് കിട്ടി. അതിൻ്റെ വിഷമത്തിൽ ഇരിക്കാൻ അളിയൻ. ഞങ്ങളങ്ങനെ അഞ്ചലെത്താറായി. ഞങ്ങളിപ്പോൾ 5 അർച്ചന എത്തിയിട്ടുണ്ട് സിനിമ കാണാനായിട്ട്. ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തു. ഇവിടെ പയ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ചെറുക്കൻ ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങളാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. അവിടെ തുണിക്കിടാം, എത്ര മണിക്കിട പടം? 2:30. എണ്ണം സഹായിക്കുന്നുണ്ടല്ലോ കാര്യമായിട്ട്. അല്ല, അവൻ വിളിച്ച് പറഞ്ഞില്ലേ? 1000 വിളിച്ചായിരുന്നു ടിക്കറ്റ്. പിന്നെ എടുക്കണ്ട, വന്നത് എൻ്റെ നമ്പർ, എൻ്റെ പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും സംസാരിച്ചത്. കംപ്ലൈൻറ്റ് ഫോണിൽ ഇത് നിൽക്കുന്നുണ്ടോ? റിഫ്ലക്ഷൻ നിൽക്കുന്നുണ്ടോ? ഫ്ലാഷ് ഇതൊക്കെ ടെക്നിക്കലാണ്, ഒന്നും അറിയില്ല. കൊച്ചെറിയാനല്ലേ ഇവിടെ പറഞ്ഞ ഇതിവിടെ നിൽക്കേണ്ടതല്ലോ. അത് കോമൺ സെൻസ്. അത് മാറ്റിക്കാൻ പറഞ്ഞു. സെന്റർ ഫോൺ അപ്പൊ എന്തിനാ അതിനിടയ്ക്ക് വേറെ സംഭവം നടന്നു. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൂഗിൾ പേ ഉള്ള ഫോണും കൊണ്ട് ബിലാൽ മുങ്ങിക്കളഞ്ഞു. പിന്നെ അവനെ തപ്പിയായി നടത്താം. അവസാനം ഒന്നാറെ കിട്ടി. വീട് പണിയല്ല, പൈസ 450 390 ആയിട്ടുള്ളൂ. ഗിരഞ്ച് നമ്മുടെ ടിക്കറ്റ് 405 എന്നാണ് പറഞ്ഞത്. പക്ഷെ 390 ടിക്കറ്റ് ആയിട്ടുള്ളൂ. 15 രൂപ റിസർവേഷൻ. നീ പൈസ കൃത്യം 2:23 തന്നെ ഞങ്ങൾ തിയേറ്ററിൽ കയറി. അങ്ങനെ പരസ്യങ്ങൾ വന്നു തുടങ്ങി. പരസ്യങ്ങളൊരു മേളാങ്കമായിരുന്നു അവിടെ. കട ഇൻട്രോലായി, ഞങ്ങൾ ഇൻട്രോലായി താഴെ വരാതിരിക്കുക. കട ഇതുവരെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ സിനിമ കണ്ടിറങ്ങി. സിനിമ ഒരു രക്ഷയില്ല, പൊളിപ്പടം. ആസിഫിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, അങ്ങനെ എല്ലാ മേഖലയും സിനിമ തകർത്തടുക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഡീസൻറ്റ് ത്രില്ലർ പടമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു.